നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകത്താദ്യമായി UAE-യിൽ സമുദ്രമധ്യത്തിൽ വീടുകൾ വിൽപ്പനയ്ക്ക്. കപ്പൽ നിർമ്മാതാക്കളായ സീഗേറ്റ് ഷിപ്പ്യാർഡാണ് കടലിന് ഇണങ്ങുന്ന രീതിയിലുള്ള ഒഴുകുന്ന വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് വിൽപ്പനയ്ക്ക് വെച്ചത്. 2 കോടി ദിർഹമിനാണ് 4 കിടപ്പുമുറികളുള്ള 2 നില വീട് വിറ്റുപോയത്. അബു സബാഹ് എന്നറിയപ്പെടുന്ന ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വ്യവസായി ബൽവീന്ദർ സഹാനിയാണ് ഈ സ്വപ്ന വീട് പൊന്നും വില നൽകി സ്വന്തമാക്കിയത്. വീടിന്റെ വില ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റിയാൽ ഏകദേശം 40 കോടി രൂപ വരും. നെപ്റ്റ്യൂൺ സീ റിസോർട്ട് എന്നാണ് കടൽവെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഈ പാർപ്പിട സമുച്ചയ പദ്ധതിയുടെ പേര്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന വീടാണിത്. അറ്റാച്ച്ഡ് വാഷ്റൂം, ബാൽക്കണി, ഗ്ലാസ് സ്വിമ്മിംഗ് പൂൾ, അടുക്കള, ലിവിംഗ് റൂം, തൊഴിലാളികൾക്ക് താമസിക്കാൻ 2 അധിക മുറികൾ, ഗ്ലാസ് ഫ്ലോറിംഗ് എല്ലാം കൂടി 900 സ്ക്വയർ മീറ്ററാണ് വീടിന്റെ വലിപ്പം. കരയിൽ കാണുന്ന വീടിന്റെ എല്ലാ സൗകര്യവുമുണ്ട് എന്നതാണ് ഈ വീടിന്റെയും പ്രത്യേകത. ഇനി ഒരു സ്ഥലത്ത് തന്നെ ജീവിച്ച് ബോറടി തോന്നിയാൽ കടൽ വീടുമായി മറ്റൊരിടത്തേക്ക് മാറുകയും ചെയ്യാം. അനിവാര്യ ഘട്ടത്തിൽ പ്രത്യേക ഹൈഡ്രോളിക് എഞ്ചിൻ പ്രവർത്തിച്ചാൽ വീട് ചലിച്ചു തുടങ്ങും. വീട് മുഴുവനായും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത്യാധുനിക രീതിയിലാണ് സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. മലിനജലം കൊണ്ടുള്ള സ്മാർട്ട് ടെക്നോളജിയിലൂടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുകയും സോളാർ പവർ ഉപയോഗിച്ച് വൈദ്യുതി ലഭിക്കുകയും ചെയ്യുന്നു. റാസൽ ഖൈമയിലെ അൽഹംറ തുറമുഖത്താണ് കടൽ വീടിന്റെ ലോഞ്ചിംഗ് നടന്നത്. UAE-യെ ഏറ്റവും വലിയ വിനോദസഞ്ചാര നിക്ഷേപ സൗഹൃദ രാജ്യമാക്കി മാറ്റുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സീഗേറ്റ് ഷിപ്പ്യാർഡ് CEO മുഹമ്മദ് അൽബറായ് പറഞ്ഞു. 156 സ്യൂട്ട് റൂമുകളുള്ള ഒരു നക്ഷത്ര ഹോട്ടലും ഇതേ മാതൃകയിലുള്ള 12 വീടുകളും കമ്പനിയുടെ പദ്ധതിയിലുണ്ട്. കപ്പൽ നിർമ്മാണ കമ്പനിയായ സീഗേറ്റ് ആണ് ഈ പദ്ധതിയുടെ നിർമ്മാതാക്കൾ. റാസൽ ഖൈമയിലെ അൽഹംറ തുറമുഖത്ത് നീറ്റിലിറക്കുന്ന ഈ വീടുകൾ ദുബായ് തീരത്താണ് സ്ഥിരമായി ഉണ്ടാവുക. ഹൈഡ്രോളിക് സംവിധാനം ഉപയോഗിച്ച് ഇടയ്ക്കിടെ കടലിൽ സ്ഥലം മാറാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആകർഷണീയത. 156 സ്യൂട്ടുകളുള്ള ഹോട്ടൽ, 12 താമസ ബോട്ടുകൾ എന്നിവയടക്കമുള്ള ഭീമൻ റിസോർട്ട് എന്നിവ ഉൾക്കൊള്ളുന്ന പദ്ധതി 2023-ലാണ് പൂർത്തിയാവുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.